ബഹുമാനമുള്ള തങ്ങൾ, മറ്റ് വേദിയിൽ ഉപേക്ഷയായ പണ്ഡിതന്മാർ, ഈ ജമാഅത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സാരഥികൾ, സ്റ്റേജിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള മോമിനിയങ്ങൾ, മോമിനാത്തുകൾ, സ്നേഹാനിധികളായ മുത്താലിമീങ്ങൾ, ബഹുമാനമുള്ളവരെ, വളരെ പുണ്യമായ ഒരു മജ്‌ലിസിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ വിശുദ്ധന്മാരാവുന്ന അംബിയാ, ഔലിയാ, മലായിക്കത്ത്, ഇവർക്കൊക്കെയുള്ള വിശുദ്ധാത്മാക്കൾ പങ്കെടുക്കുന്ന ഒരു മുബാറക്കായ ഒരു സദസ്സാണ്. മഹത്തുക്കളാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാ, അവരുടെ സ്മരണക്കായി അവരെ ആദരിച്ച് അവരെ ബഹുമാനിച്ചു കൊണ്ടിട്ട്, അവരെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് വിശുദ്ധ ദീനിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അവരെ ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴോ 3 വർഷം കൂടുമ്പോഴോ അവരെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം, അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പ്രത്യേകമാവുന്ന ഒരു സിയാറത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് ഉറൂസ് എന്ന് പറഞ്ഞാൽ. സിയാറത്ത് എപ്പോഴും ചെയ്യേണ്ടതാണ്. അത് സിയാറത്ത് ചെയ്യപ്പെടുന്ന ആളുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അങ്ങനെയാണോ? ഓരോരുത്തരും അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണോ ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദിവസം സിയാറത്ത് ചെയ്യണവരുണ്ടാവും, മരണപ്പെട്ടവർ. ആഴ്ചയിൽ സിയാറത്ത് ചെയ്യണവരുണ്ടാവും, മാസത്തിൽ സിയാറത്ത് ചെയ്യുന്നവരുണ്ടാവും, പ്രത്യേകമായി വർഷത്തിലോ മറ്റൊക്കെ സിയാറത്ത് ചെയ്യുന്നവരുണ്ടാവും. അത് ആ സിയാറത്ത് ചെയ്യപ്പെടുന്ന ആളുമായുള്ള നമ്മളെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം ചില ആളുകൾ മെഹദി ശൈഖ് തങ്ങളെ ആണ്ട് കഴിക്കും. അതെന്താ കാരണം? അവരെ തെരീഖത്തുമായിട്ട് ചില ആളുകൾക്ക് ബന്ധം ഉണ്ടാവും. അവന്തിജി റിഫായി ശൈഖ് തങ്ങളെ ആണ്ട് കഴിക്കാഞ്ഞെന്ന് ചോദിച്ചാൽ മഹാനാവുന്ന സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫായി തങ്ങളായിട്ട് അവൻ അത്ര ബന്ധം ഉണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സിയാറത്ത്, അതിനെ വർദ്ധിപ്പിക്കലും വർദ്ധിപ്പിക്കാതിരിക്കലൊക്കെ. ഏത് നിലക്ക് നോക്കിയാലും മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ അംബിയാ, ഔലിയാ, ഇവരൊക്കെ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴോ ഒരു പ്രത്യേകമാവുന്ന സിയാറത്ത് സുന്നത്താണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരുന്നത്. നബി ഉഹദ് ശുഹദാഇനെ എപ്പോഴും സിയാറത്ത് ചെയ്യാറുണ്ട്. വർഷത്തിൽ ആഴ്ചയിൽ സിയാറത്ത് ചെയ്യുന്നു. ചിലപ്പോൾ ദിവസങ്ങളിൽ തന്നെ തുടർച്ചയായി സിയാറത്ത് ചെയ്യാറുണ്ട്. ഈ സിയാറത്തൊക്കെ ഉള്ളതിനോട് കൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർഷത്തിലൊരിക്കൽ ഉഹദ് ശുഹദാഇനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പ്രത്യേകമാവുന്ന ഒരു ജനങ്ങളെ പ്രത്യേകം സംഘടിപ്പിച്ചുകൊണ്ട് റസൂല പോയിതാണ്. അത് റസൂല എല്ലാ വർഷത്തിലും അങ്ങനെ ചെയ്യാറുണ്ട്. കദാലിക ഫഅലഹു അബൂബക്കർ, ഉമർ, ഉസ്മാൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു മൂപ്പര ഭരണകാലത്തും ഉമർ റളിയല്ലാഹു അൻഹു അവരെ ഭരണകാലത്തും ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ അവരെ ഭരണകാലത്തൊക്കെ റസൂല ചെയ്തതുപോലെ വർഷത്തിലൊരിക്കൽ പ്രത്യേക ഒരു സംഭവമായി കൊണ്ടിട്ട് ഉഹദ് ശുഹദാഇനെ സിയാറത്ത് ചെയ്തു. അത് വർഷത്തിലൊരിക്കൽ പ്രത്യേക സിയാറത്ത് റസൂല അവിടെ മദീനത്തുള്ളതായ ജന്നത്തുൽ ബഖീ, അവിടെ മഹാന്മാരാവുന്നതായ സ്വാലിഹീങ്ങളാവുന്ന പലരും ഖുബൂറുകളുണ്ട്. റസൂല സിയാറത്ത് ചെയ്യാറുണ്ട് വർഷത്തിലൊരിക്കൽ പ്രത്യേകമായിട്ട്. അപ്പം ഈ ഉറൂസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത് വർഷത്തിലോ അല്ലെങ്കിൽ 2 വർഷമോ 3 വർഷമൊക്കെ കൂടുമ്പോൾ സൗകര്യാർത്ഥം ഒരു പ്രത്യേകമാവുന്ന സിയാറത്തിന് ആ ഉറൂസ് നടത്തപ്പെടുന്ന മഹാന്മാരുമായി ബന്ധപ്പെട്ടവർക്ക് ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അതാണ് ഇവിടെ ഈ പാറപ്പള്ളി ജുമാഅത്ത്, ഈ കൊല്ലം ജുമാഅത്ത് പള്ളി കമ്മിറ്റികൾ, ഈ മഖാമിനെ സംരക്ഷിച്ചു പോരുന്നവരുമായ അതിൻ്റെ കമ്മിറ്റിക്കാരും വർഷത്തിലൊരിക്കൽ പ്രത്യേകമാവുന്ന ഒരു സിയാറത്തിന് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതാണ് ഉറൂസ്. ലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാലും
ബിദഈ ആശയങ്ങൾ കടന്നു വരാത്ത സ്ഥലങ്ങളിലൊക്കെ ഉറൂസുകൾ ധാരാളമുണ്ട്. മഹാനാവുന്ന അഹമ്മദുൽ ബദവി തങ്ങളുടെ ഉറൂസ് അത് മിസ്റിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഉറൂസാണ്. ഈജിപ്തിൻ്റെ ഒരു ഭാഗത്തുള്ള മൂപ്പര ഖബർ, അവിടെ അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതായ ഉറൂസാണ്. ജനലക്ഷങ്ങളാണ് ആ ഉറൂസിൽ പങ്കെടുക്കുന്നത്. ഇത് ലോകത്ത് എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന ഒരു യാഥാർത്ഥ്യമായിരുന്നു, ഒരു സംഭവമായിരുന്നു. വർഷത്തിലൊരിക്കൽ പ്രത്യേക സിയാറത്ത്. അതിന് ചിലവിൽ ആണ്ട് നിർച്ചാന്ന് പറയും, ചിലർ ഉറൂസ് എന്ന് പറയും, എന്ത് പേരിട്ടാലും വേണ്ടി. പക്ഷെ ആ ഉറൂസിൽ യാതൊരു നിലക്കുള്ള അനാചാരമില്ല. അങ്ങനെ മുഖത്തീയങ്ങളാവുന്ന പലരും അവരങ്ങനെ പറയുന്നുണ്ട്, ഉറൂസിൽ അനാചാരങ്ങൾ. ഉറൂസിലൊരു അനാചാരം, ഉറൂസ് എന്ന് പറഞ്ഞാൽ ഒന്നിതാണ് സിയാറത്തിന് വേണ്ടി പ്രത്യേകമാവുന്ന ഒരു സൗകര്യം ഇരിക്കാം. മറ്റൊന്ന് ഉറൂസിൽ ആ സിയാറത്തിൻ്റെ സ്വഭാവം എങ്ങനെയാവണമെന്നാണ്. ആ സിയാറത്ത് പല സ്വഭാവത്തിലും സിയാറത്ത് ചെയ്യാം. സിയാറത്തിന് മഹാനാവുന്ന ഇമാം സർക്കശി തങ്ങൾ അതിനെ 4-5 രൂപത്തിലാണ് ആ സിയാറത്തിനെ മഹാനാവുന്ന ഇമാം സർക്കശി തങ്ങൾ വിവരിച്ചിട്ടുള്ളത്. അത് ഉമ്മവാപ്പാന്മാരെ കുടുംബങ്ങളെ സിയാറത്തിൻ്റെ രൂപം എന്ന് പറയും, സുഹൃത്തുക്കളെ സിയാറത്തിൻ്റെ ഒപ്പൊന്ന് പറയും, ഉസ്താദന്മാരുടെ സിയാറത്ത്, മഹത്തുക്കളുടെ സിയാറത്ത്, ഇങ്ങനെ പല രൂപത്തിലും. അപ്പം ഏത് രൂപത്തിലുള്ള സിയാറത്താണെങ്കിലും ഏത് വ്യക്തികളെ സിയാറത്താണെങ്കിലും ആ സിയാറത്തിൽ സ്വീകരിക്കപ്പെട്ടതായ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ആ സ്വഭാവവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അത് തന്നെ ഉഹദ് ശുഹദാഇനെ സിയാറത്ത് ചെയ്തുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മഹാനാവുന്ന ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഉഹദ് ശുഹദാഇനെ മറവ് ചെയ്ത് 8 വർഷം കഴിഞ്ഞതിന് ശേഷം നബി പ്രത്യേക സിയാറത്തിന് പോയി. വർഷത്തിലൊരിക്കലും ഒരു പ്രത്യേക സിയാറത്ത് നബി ചെയ്യലുണ്ട്. അതാണ് വർഷത്തിലൊരിക്കൽ പ്രത്യേകമാവുന്ന സിയാറത്ത് സുന്നത്താണെന്ന് നമ്മൾ സുന്നികൾ പറയാൻ കാരണം. ആ സിയാറത്തിലുള്ളതായ സ്വഭാവം എങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി 8 വർഷം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് ശുഹദാഇനെ സിയാറത്ത് ചെയ്യാൻ പോയി. ആ 8 വർഷം കഴിഞ്ഞ സിയാറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ദുആന്റെ സ്വഭാവം നമ്മളൊക്കെ ഇവിടെ ഖബറുകൾ ചെന്ന് ദുആ ചെയ്യുന്നതായ ദുആന്റെ സ്വഭാവം. ആ സിയാറത്തിനെ പറ്റി മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സ്വലാത്തഹു അൽ ജനാസത്തീന, ഉഹദ് ശുഹദാഇനെ സിയാറത്ത് ചെയ്യാൻ ചെന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്തിന്റെ സ്വഭാവം പഠിപ്പിക്കുകയാണ് അവിടുത്തെ ഉദ്ദേശം. അതുകൊണ്ട് സ്വലാത്തഹു അൽ ജനാസത്തി, ജനാസ നിസ്കാരത്തിലുള്ള ഒരു ദുആ പോലത്തെ ദുആ ആയിരുന്നു. ജനാസ നിസ്കാരം നിസ്കരിച്ചു എന്നല്ല, കാരണം 8 വർഷം കഴിഞ്ഞതിന് ശേഷം പല മദ്ഹബുകളിലും ഒരു മയ്യത്തിന്റെ ഒരു ഖബറിന്റെ സമീപത്തിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിലും ചിലരെടുത്തൊന്നും 8 വർഷം കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റില്ല. ഇപ്പം ഇമാം അബൂ ഹനീഫ ഇമാം തങ്ങളുടെ മദ്ഹബ് പ്രകാരം തന്നെ 3 ദിവസത്തിന്റെ അപ്പുറത്ത് നമ്മളെടുത്ത് മയ്യത്ത് നോൻപി പോകണവരെ നമ്മളെടുത്ത് നിസ്കരിക്കും. അപ്പൊ പല മദ്ഹബുകളിലും ആ സിയാറത്ത് ചെയ്തു എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അല്ല, അവരുടെ നബി ദുആ ചെയ്തു എന്നാണ് സ്വല്ലാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ മഹാന്മാരാവുന്ന അയിമത്തിന്റെ ഒക്കെ പക്ഷം. അപ്പൊ ജനാസസ്കാരത്തിലുള്ള ദുആ പോലത്തെ ദുആ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആദ്യം ഫാത്തിഹ ഓതണം, അങ്ങനെയല്ലേ? ജനാസസ്കാരത്തിൽ ആദ്യത്തെ തക്ബീറിന്റെ ശേഷം പിന്നെ ഫാത്തിഹ ഓതുകയാണ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, 2ാമത്തെ തക്ബീറിന്റെ ശേഷം ആദ്യം തന്നെ സ്വലാത്ത് അല്ലല്ലേ വേണ്ടത്. അങ്ങനെ പലരും മനസ്സിലാക്കി, ആദ്യം സ്വലാത്ത് അല്ലല്ലേ വേണ്ടത്. 2ാമത്തെ തക്ബീറിന്റെ ശേഷം വയുന്തബു ഖൗലു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞ എന്ത് സ്വലാത്താണെങ്കിലും ആ സ്വലാത്ത് ചെല്ലേണ്ടത്. അതിനുള്ള റസൂലുള്ളാഹി ജനാസസ്കാരത്തിലുള്ള ദുആന്റെ സ്വഭാവത്തിലാണ് അവിടുന്ന് ദുആ ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യം ഖബറിലെത്തി എന്നിട്ട് ഫാത്തിഹ പോലത്തെ അൽഹാഖുമു തകാസുർ അങ്ങനെ അവിടെ ഖബറുകളിൽ നിന്ന് ഓതൽ സുന്നത്തായതായ സൂറകളൊക്കെ ഓതിയും യാസീൻ ഓതിയിട്ടുണ്ടാവാം. അത് ഇമാം ബുഖാരി തങ്ങൾ ഇത്ര റിവായത്ത് വസല്ലാ സലാത്തുഹു അലൽ ജനാസത്തി, ജനാസസ്കാരത്തിലുള്ള ഒരു ദുആന്റെ സ്വഭാവമായിരുന്നു നബി അവിടുന്ന് ചെയ്ത ദുആ. ജനാസസ്കാരം നിസ്കരിച്ചു എന്നല്ല, അത് അയിമ്മത്തുള്ള എല്ലാ ഇമാമിയങ്ങളും ഏകകണ്ഠമായ അഭിപ്രായമാണ്. ജനാസസ്കാരം നിസ്കരിച്ചു എന്നല്ല ഈ വാക്കിന്റെ അർത്ഥം.
അപ്പൊ ജനാനമസ്കാരത്തിലുള്ള ഒരു ദുആ പോലത്തെ ദുആ നബി ചെയ്തത് എന്ന് പറഞ്ഞാൽ ജനാനമസ്കാരത്തിലുള്ള ദുആന്റെ സ്വഭാവം എന്താ? ആദ്യം ഫാത്തിഹ ഓതാം എന്നതുപോലെ ഖബറുകൾ ചെന്ന് ആദ്യം ഫാത്തിഹയും അതിനോട് ബന്ധപ്പെട്ട ഖബറുകൾ ഓതൽ സുന്നത്തായ ഒരുപാട് സൂറത്തുകളുണ്ട്. ഈ സൂറത്തുകളൊക്കെ ഓതാം. അത് നമ്മളുടെ ഇഖ്ലാസ് ഒക്കെ ചുരുക്കാണ്. യാസീൻ ജല്ലൽ ഓതുന്നവരുണ്ടാവും. ഇതെല്ലാത്തെയും ഒരുപാട് സൂറകൾ ഓതൽ സുന്നത്തായതുണ്ട്. അങ്ങനെ ആ സൂറകളൊക്കെ ഓതി കഴിഞ്ഞതിന് ശേഷം ദുആ ചെയ്യണം. ആ ദുആ എങ്ങനെ ആവണം? ആദ്യം തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയല്ല വേണ്ടത്. ജനാനമസ്കാരത്തിലുള്ള ദുആന്റെ സ്വഭാവത്തിലാവണം. ജനാനമസ്കാരത്തിലുള്ള ദുആ എന്താ? ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാം. രണ്ടാമത്തെ തക്ബീറിന്റെ ശേഷം പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയാം. മൂന്നാമത്തെ തക്ബീറിന്റെ ശേഷം മയ്യത്തിന് വേണ്ടിയും മയ്യത്തിൽ നിന്നിട്ട് അത് എന്തെങ്കിലും മദതുകൾ ലഭിക്കപ്പെടേണ്ട ആളുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാം. അപ്പൊ ഇതാണ് ജനാനമസ്കാരത്തിലുള്ള ദുആന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്നുള്ളതായ സുന്നത്തായ സംഗതികളെ എന്താക്കണം? അവിടെ ബന്ധിക്കണം. മറ്റൊന്ന് ഖുർആനിൽ നിന്ന് പറയപ്പെട്ട ഖബറുകൾ ഓതൽ സുന്നത്തായ സംഗതികളെ ബന്ധിക്കുന്നതിനോട് കൂടെ തന്നെ ജനാനമസ്കാരത്തിൽ രണ്ടാമത്തെ തക്ബീറിന്റെ ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു. പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞു. പിന്നെയാണ് ദുആ ചെയ്തത്. അത് വാരിയാവണം ഈ ഖബറുകളുള്ളതായ ദുആ. അപ്പൊ ഖബറുകളുള്ള ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആയാണ്. അതുകൊണ്ടാണ് സുന്നികളായ നമ്മളൊക്കെ ഖബറിന്റെ എഴുത്തിയെന്ന് ആദ്യം തന്നെ ഫാത്തിഹ പറഞ്ഞ് പിന്നെ ഫാത്തിഹയും മറ്റു ഓതൽ സുന്നത്തായ സൂറകളും ഓതി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് മറ്റൊന്ന് ഉറൂസിലുള്ളത്. അപ്പൊ ഉറൂസിൽ പ്രത്യേക ഒരു സിയാറത്ത് ആ മഹാന്മാരുമായി ബന്ധപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക. രണ്ടാമത്തെ ഒന്ന്, നമ്മൾ സുന്നികളാവുന്ന നമ്മൾ ദുആ ചെയ്യണ ഈ ദുആയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആ. ആ ദുആ നമ്മൾ ചെയ്യുക. മൂന്നാമത് ഉറൂസിൽ നടക്കണമെന്ന് പറഞ്ഞാൽ ഒരു മഹാനുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ ആ മഹാനെ സ്നേഹിച്ചു വരികയാണ്. അല്ലെങ്കിൽ മഹാന്മാരുമായി ഖബറിലേക്ക് വരുന്നവർ അവരെ സ്നേഹിച്ചു വരുന്നവരാണ്. അവരെ സ്നേഹിച്ചു വരുന്ന ആളുകൾക്ക് ഒരു ഭക്ഷണം വിതരണം ചെയ്യണം. അത് റസൂൽ പഠിപ്പിച്ചത് തന്നെയാണ്. ഇമാം ബുഖാരി ഹദീസിൽ കാണാം. റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ നിന്ന് ഖദീജ ബീവി പോലത്തവരൊക്കെ മരണപ്പെട്ട് ഒരു വർഷം കഴിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആടിനെയും ഒട്ടകത്തിലൊക്കെ അറക്കാലുണ്ടായിരുന്നു. അതിനെ അവരോട് ബന്ധപ്പെട്ട് അവരെ സ്നേഹിതകളാവുന്ന ബീവിമാർക്ക് കൊടുത്തയക്കുകയും ചെയ്യും. അതിന്റെ അർത്ഥം എന്താ? മഹാന്മാരെ ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ അവരെ സ്നേഹിച്ചു വരുന്നവരാണ്. അവരെ ഹബീബീങ്ങളാണ്. അപ്പൊ അവരെ നമ്മൾ എന്താക്കണം? ആദരിക്കണം. വരുന്ന ആളുകൾ നമ്മൾ ബഹുമാനിക്കണം. അതുകൊണ്ടുള്ള പടത്തൊക്കെ കെട്ടി സ്റ്റേജൊക്കെ കെട്ടി ഇവർക്ക് മന്ദലൊക്കെ ഇട്ട് ഇങ്ങളെ ആദരിച്ചിരിക്കണം. ഇനി ഒരു ഭക്ഷണം തരും. ഇതാണ് ഉറൂസിലുള്ള മറ്റൊന്ന് ഇതുപോലുള്ളതായ പ്രസംഗ സദസ്സുകൾ സംഘടിപ്പിക്കാം. റസൂലുള്ളാ അങ്ങനെ മഹാനാവുന്ന ഇമാം ബുഖാരി തന്നെ അവരുടെ കിതാബില് ബാബു ഖുഊദിൽ മുഹദ്ദിസീൻ ഇൻദൽ ഖബർ വഹൗലഹു വസ്ഹാബുഹു വെള്ളം പറയാൻ വന്നപ്പോൾ ഖബറിൽ ഇരുത്തിയിരിക്കുക, അല്ലെങ്കിൽ ഇരുന്നോ പറയാം. ഓ ഹൗലഹു വസ്ഹാബു കേൾക്കാൻ വന്നവർ ചുറ്റും ഇരിക്കാം. ഇതല്ലേ ഇപ്പൊ ഉറൂസിൽ ഉണ്ടായി തീരുന്ന സംഗതികളൊക്കെ അള്ളാഹുവിന്റെ റസൂല് അവരുടെ ജീവിത കാലഘട്ടത്തിൽ ചെയ്ത് കാണിച്ചു തന്ന സംഗതികളാണ്. അതുകൊണ്ടാണ് ഉറൂസിൽ യാതൊരു നിലയ്ക്കുള്ള അനാചാരങ്ങളില്ല. പിന്നെ ഉറൂസ് ഉണ്ടാകുന്ന സമയത്ത് ആണും പെണ്ണും കൂടി വരണുണ്ട്. അതിപ്പോ നമ്മൾ മാത്രമല്ലല്ലോ തുറക്കേണ്ടത്. ആണും പെണ്ണും വരണവരും മുജാഹിദീങ്ങളും ആ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കങ്ങൾ ഒന്നിച്ച് കൂടി കലർന്ന് പോകരുത്. ആണുങ്ങളോടും പറയാം, പെണ്ണുങ്ങളായിട്ട് നമ്മളും പറയണം, അവരും പറയണം. അതുകൊണ്ടാണ് നമ്മൾ പെണ്ണുങ്ങൾക്ക് പ്രത്യേകമാവുന്ന മറയെട്ടി പോലെ പ്രത്യേകം ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ടാണ് ഇരുത്തുന്നത്. അവരെ മോശക്കാരാക്കിയിട്ടല്ല. അവരെ അഭിമാനം സംരക്ഷിക്കപ്പെടണം. സ്ത്രീകളെ അവരെ മാന്യത സംരക്ഷിക്കപ്പെടണം. അവരെ പളുങ്കുപാത്രം പോലെ സൂക്ഷിച്ച് നോക്കേണ്ട ആളുകളാണ് നമ്മളൊക്കെ. അന്നൽക്ക് ശ്രദ്ധിക്കേണ്ടവരാണ്. അന്നൽക്ക് അവർക്ക് ഉള്ള എല്ലാ അഭിമാനങ്ങളും സംരക്ഷിച്ചു കൊണ്ടിട്ട് അവരെ മാന്യതകളെ സംരക്ഷിച്ചു കൊണ്ടിട്ടാണ് നമ്മൾ ഉറൂസിന്റെ സദസ്സിലെത്തിപ്പെട്ടാൽ ചെയ്യേണ്ടത്. അതിന്റെ പുറത്ത് വൈദാണും പെണ്ണും കൂടി കരുതുന്നുണ്ടോ എന്നുള്ളത് അത് നമ്മളെ എതിർക്കണവരാണ്. നമ്മൾ മാത്രമല്ല, നിങ്ങൾ മുജാഹിദീങ്ങളെ ജമാഅത്തുകാരെ നിങ്ങളൊക്കെ അതിനെ എതിർക്കണം. അങ്ങനെ കൂടിക്കലർന്ന് പോയരുത് എന്ന് പറയാം. ഉറൂസിന് പോകണ്ടെന്നല്ല പറയേണ്ടത്. അവിടെ നിങ്ങൾ കൂടിക്കലർന്ന് കൊണ്ട് പോയരുത്. അവർ വാറി നിങ്ങൾ വാറിയായിട്ട് പോയിക്കോളി, അല്ലെങ്കിൽ പിന്നെ സമ്മിശ്രമായിട്ട് കലർന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിനുവേണ്ടി ആവട്ടെ അവരെ ഉപദേശവും നമ്മളെ ഉപദേശവും അതിനുവേണ്ടി അത് നമ്മളും ഉപദേശിക്കണം. അതിന് ഉറൂസിലെ മുടക്കല്ല വേണ്ടത്.
അപ്പം അതുകൊണ്ട് ഉറൂസിനെ എതിർക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഉറൂസിലുള്ള ഓരോ സംഗതികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ കുറഞ്ഞ സമയം ഇവിടെ വന്ന് പോകാമെന്ന് പറഞ്ഞു. ഇതന്നെ അങ്ങനെ കേട്ടിട്ടുള്ളൂ, എനിക്ക് വേറെ പരിപാടിക്ക് എത്തേണ്ട ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് അല്ലാഹു ഇതിനെ കബൂൽ ചെയ്യട്ടെ. ഇനി ഖാദിയരൊക്കെ ഇവിടെ ഉണ്ട്, നമ്മളെ ജലീൽവാക്കളുണ്ട്, തങ്ങളുണ്ട്, ഇവരൊക്കെ ഇവിടുന്ന് ഇതിൻ്റെ അവസാനമായിട്ട് ദുആ ചെയ്യും. അള്ളാഹു ദുആനെ കബൂൽ ചെയ്യട്ടെ. ഈ ഉറൂസിനെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശുദ്ധമായ അഖീദയിൽ നമുക്കൊക്കെയുള്ള അഖീദനെ അള്ളാഹു അടിയുറപ്പിച്ചിരുത്തട്ടെ. നമ്മളൊക്കെ ഹൃദയത്തെ നമ്മൾ വിശുദ്ധാക്കുക. ഹൃദയത്തിൽ മോശമായ സ്വഭാവങ്ങളുണ്ട് എല്ലാവർക്കും, കിബിർ, അസദ്, ഉജുബ്, റിയാഹ് പോലത്തെ അതുണ്ടാവും. എല്ലാ നിലക്കുള്ളതായ തായ്മയുടെ സ്വഭാവക്കാരാവണം നമ്മൾ. ഹൃദയം വിശുദ്ധമാക്കിയാൽ ഹൃദയത്തിൽ മോമീനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടോ. മോമീനാണെങ്കിൽ ആ ഈമാൻ ഹൃദയത്തിൽ വളരാൻ പറ്റിയ അവസ്ഥ ഹൃദയത്തിൽ ഉണ്ടാക്കണം, എന്നാലേ ഈമാൻ വളരുള്ളൂ. ആ ഈമാൻ നിന്നാവണം സൽഗുണങ്ങളൊക്കെ. ഇപ്പം നമ്മൾ ഉറൂസ് നടത്തുന്നത് നമ്മൾ ഈമാനാവണം. അതിൻ്റെ ബായിസ്, അതിൽ പ്രോത്സാഹിപ്പിച്ച വസ്തു എന്താവണം? ഈമാനാവണം. ഈമാനിൽ നിന്നുള്ള പ്രോത്സാഹനമാകുമ്പോൾ ആ പ്രോത്സാഹനം ശക്തമായ പ്രോത്സാഹനമായിരിക്കും. അപ്പോഴേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇബാദത്തിനെ കബൂൽ ചെയ്യുള്ളൂ. നമ്മൾ നിസ്കരിച്ചോട് കാര്യമില്ല. ആ നിസ്കാരത്തിന് പ്രചോദനം നൽകിയ വസ്തു ഈമാനാവണം. അതിന് ഈമാനിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വളർത്തണം. ഈമാൻ ഹൃദയത്തിൽ വളരുന്നുണ്ടെങ്കിൽ എന്ത് വേണം? അങ്ങനത്തെ ഹൃദയത്തിൽ നിന്നാണ് നിയ്യത്തുണ്ടായിത്തീരേണ്ടത്. ഈമാൻ വളരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈമാൻ വളരാൻ അവൻ പറ്റാത്ത ചില ദുസ്വഭാവങ്ങൾ ഹൃദയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ അത് നാശമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ മഹാനിൽ മൂപ്പരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറിയല്ലേ റസൂൽ ചെയ്തിട്ടുള്ളത്. എന്നല്ലേ അത് അവരൊക്കെ സ്വഭാവങ്ങൾ വളരെ മൃദുലമായ സ്വഭാവം, എല്ലാവരെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സ്വഭാവം, ഇതൊക്കെ ഇത് റസൂലുള്ളാഹിന്റെ സ്വഭാവം. ആ സ്വഭാവം നമ്മൾക്കൊക്കെ ഉണ്ടാവണം. എന്നിട്ട് നമ്മൾ ഈമാൻ ഹൃദയത്തിൽ വളരാൻ പറ്റിയ അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം, എന്നാലേ നമ്മളെ ഈമാൻ വളരുള്ളൂ. ഈമാൻ വളർന്ന് ആ ഈമാനിൽ നിന്നുണ്ടായിത്തീരണം ഈ സൽഗുണങ്ങളൊക്കെ, എന്നാലേ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ അവസരത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വർഷം അടുത്ത വാർഷിക സമ്മേളനം അടുത്ത വർഷം 2026 കാസർഗോഡ് കുനിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ്. അപ്പോൾ അതിലെല്ലാവരും കഴിയുന്ന ആളുകളൊക്കെ പങ്കെടുക്കുക, അതിലൂടെ സഹകരിക്കുക, അത് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ നാടിന്റെ വിളക്കുമാടമായി ജ്വലിച്ചു നിൽക്കുന്ന